കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. അത്തം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ ഏതൊക്കെയാണ്? അത്തം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ, അത്തത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ അവർക്ക് അത്തം നക്ഷത്രത്തിന്റെ പൊതുവായിട്ട് പറയുമ്പോൾ സ്ത്രീകൾക്ക് അവരുടെ കണ്ണുകളും കാതുകളും ഒക്കെ ഒരു പ്രത്യേകതയുള്ളതായിരിക്കും. ഇവർക്ക് ആകർഷണീയമായൊരു ഒരു വടിവത്തൊരു ശരീരഭംഗി, മുഖകാന്തി ഒക്കെ ഉണ്ടായിരിക്കും. കൂടുതൽ ലജ്ജാവതികളാണ് അത്തം നക്ഷത്രക്കാർ. കൂടുതലായിട്ട് നാണം തോന്നുന്ന സ്വഭാവമുള്ളവരാണ് അത്തം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. ഔദ്യോഗിക ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും അത്തം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അസാമാന്യമായൊരു കഴിവ് തന്നെ ഉണ്ടാവും. അവിടെ അവർ പ്രകടമാക്കുന്നുണ്ടാവും. ക്ഷമയും സ്വഭാവശുദ്ധിയൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. ഇവരുടെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖകരമായിരിക്കും. അത്തം നക്ഷത്രക്കാരുടെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്ന് പെടാറുള്ളൂ. എന്നാൽ ഇടയ്ക്ക് കുറച്ചു കാലം ചിലപ്പോൾ ചിലവരുടെ ജീവിതത്തിൽ സ്വൈര്യക്കേടുകളും വന്ന് സംഭവിക്കാം. ചിലവർക്ക് വേർപാടുകൾ, ഭാര്യയോ ഭർത്താവോ വിട്ടുപോകുന്നതായിട്ടുള്ള വേർപാടുകളൊക്കെ ചിലപ്പോൾ പെട്ടെന്നുണ്ടാകാം. വേർപാടുണ്ടായാലും വീണ്ടും ചിലവർ യോജിക്കും. ചിലപ്പോൾ രണ്ടുപേരും രണ്ട് തരത്തിലേക്ക് മാറിക്കഴിഞ്ഞാലും പിന്നീട് രണ്ടുപേരും ചിലപ്പോൾ കുറച്ചു കാലം യോജിക്കും. ഇനി ചിലപ്പോൾ ഒരാൾക്ക് ആക്സിഡൻറ്റോ എന്തെങ്കിലും സംഭവിച്ച് കുറെ ദൂരം മാറി നിന്നാലും വീണ്ടും അവർ ഒരുമിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക് വന്നു ചേരുകയൊക്കെ ചെയ്യും. പുരുഷന്മാർക്ക് വന്നു ചേരുന്ന ഭാര്യമാർ കഴിവിറ്റവരും, അത്തം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് വന്നു ചേരുന്ന ഭാര്യമാരെന്ന് പറഞ്ഞാൽ അവർ വളരെ വളരെ പരിശുദ്ധരും ഹൃദയ ലാളിത്യമുള്ളവരും ഒക്കെ ആയിരിക്കും. പരസ്ത്രീ താല്പര്യമുള്ള വികാരഭരിതരൊക്കെ ആയിരിക്കും അത്തം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ. പരസ്ത്രീ വിഷയങ്ങളിൽ പല ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇവർ ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ടും വന്നു ചേരാറുണ്ട് അത്തം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക്. ഇവർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും പ്രത്യേകം ഒരു മനോനിയന്ത്രണം ഇവർക്ക് ആവശ്യമാണ്. നിഷ്കളങ്കരാണ് ഈ അത്തം നക്ഷത്രക്കാർ. എന്ത് പറഞ്ഞാലും പൊതുവെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ അത് വിശ്വസിക്കാനൊക്കെ അവർ മുൻപന്തിയിൽ തന്നെ നിൽക്കും. ഇവരുടെ ചിരിക്ക് ഒരു സവിശേഷതയും ആരെയും ആകർഷിക്കാനുള്ളൊരു വശ്യതയും ഇവരുടെ ചിരിയിലും ഇവരുടെ സ്വഭാവത്തിലും ചിലപ്പോൾ കാണാറുണ്ട്. ആരെയും പെട്ടെന്ന് ഇവർ ഇഷ്ടപ്പെടില്ല. എങ്കിൽ തന്നെയും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് മറക്കുകയില്ല. ഇങ്ങനെയുള്ള ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഈ അത്തം നക്ഷത്രക്കാർക്കുണ്ട്. വിശ്വാസവും വളരെ വേഗം നേടിയെടുക്കാൻ ഇവർ മിടുക്കരായിരിക്കും. മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കാനൊക്കെ ഇവർ ഭയങ്കര മിടുക്കരായിരിക്കും. എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് മറ്റുള്ളവരുടെ ആ ഒരു അംഗീകാരത്തിന് പാത്രമാവാൻ അവർക്ക് ഭയങ്കര ഒരു കഴിവ് തന്നെയായിരിക്കും. നന്ദി പ്രകടനം തിരിച്ച് ഇവർ ആരോടും പറയാറില്ല. ഇവരെ എങ്ങനെ സഹായിച്ചാലും ഇവരാരോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്ന ആളുകളൊന്നും അല്ല. ആഡംബരരഹിതരാണ്. ഇവരുടെ ജീവിതചര്യ ആഡംബരഹിതമാണ്. അത്തം നക്ഷത്രത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉയർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ്. കുറച്ചു കാലം ഒരു നല്ല ഒരു കാലമാണെങ്കിൽ പിന്നെ കുറേ കാലം ഇവർക്ക് ദോഷമായിരിക്കും. പല നിർഭാഗ്യങ്ങൾ കൂടെയുള്ള നിർഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നത്, പല നിർഭാഗ്യങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. അഭിവൃദ്ധിയും അധപ്പതനവും ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് എങ്ങനെ വന്നു കയറിക്കൊണ്ടിരിക്കും. സുസ്ഥിരമായിട്ട് ഒരു സ്ഥിര സമ്പന്നരാവുന്ന ഒരവസ്ഥ ഇവർക്ക് ഉണ്ടാവാറില്ല. പിന്നെ ഈ അത്ത നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വയസ്സിൽ ജനിച്ച ഉടനെ ഒന്നാമത്തെ വയസ്സിലും മൂന്നാമത്തെ വയസ്സിലും ഇവർക്ക് ജലഭയമുണ്ടാവും. ജലത്തിൽ പോയിട്ട് മരണമോ അല്ലെങ്കിൽ ജലത്തിൽ പോയിട്ട് മരണാദി പേടിയോ ഇവർക്ക് സംഭവിക്കാം. 5-ാം വയസ്സിൽ വൃക്ഷത്തിൽ നിന്ന് വീണ് പരിക്ക് പറ്റാം. 25-ാം വയസ്സിൽ കള്ളന്മാരിൽ നിന്ന് ഇവർക്ക് ഉപദ്രവം ഉണ്ടാവാം. 33-ാം വയസ്സിൽ സർക്കാരിൽ നിന്ന് പല ദോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാവാം. 50-ാമത്തെ വയസ്സിൽ വാതരോഗം കൊണ്ട് ഇവർക്ക് കഷ്ടപ്പെടേണ്ടി വരാം. 57-ാമത്തെ വയസ്സിൽ വഞ്ചനയിൽ അകപ്പെടാം ഇവർ. അങ്ങനെ പല കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാം. 68-ാമത്തെ വയസ്സിൽ ഇവർക്ക് പലവിധ രോഗങ്ങളെ കൊണ്ടുള്ള പല വിഷമതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. ഇങ്ങനെ ഈ സന്ധികൾ, പിന്നെ ദശാസന്ധികളുണ്ടല്ലോ, ആ ദശാസന്ധികൾ മാറി മാറി വന്നു കഴിയുമ്പോൾ ഏതാണ്ട് അങ്ങനെയൊക്കെ കൂട്ടിക്കിഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ 88 വയസ്സ് വരെയൊക്കെ കുറഞ്ഞത് ഓൾമോസ്റ്റ് ഇവർക്കൊരു ആയുസ് ഉണ്ടാവാം. അങ്ങനെ 88-ാമത്തെ വയസ്സിൽ കന്നിമാസമൊക്കെ വന്ന സമയത്തായിരിക്കും ഇവർക്ക് 88-ാമത്തെ വയസ്സിൽ ഏതാണ്ട് 88 വയസ്സൊക്കെ കഴിഞ്ഞൊരു കന്നിമാസം, ചിങ്ങം കന്നിമാസമൊക്കെ വരുമ്പോഴേക്കും മിക്കവാറും ആ ദീർഘായുസിന് അവസാനം ഉണ്ടാവും. അപ്പം 88 വയസ്സ് വരെ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇവർ ആയുസോടെ ഇരിക്കും ഈ പറയുന്ന അത്തം നക്ഷത്രക്കാർ.